PSC മിററിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏപ്രിൽ 18-ന് PSC നടത്തിയ അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സും റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് PSC നടത്തിയ പരീക്ഷകളുടെ കറണ്ട് അഫയേഴ്സ് പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ കണ്ടിരുന്നു. അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ എക്സാമിനു PSC മിററിൻ്റെ ക്ലാസ്സിലൂടെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മുസിരിസ് ആണ്. അപ്പോൾ മുസിരിസ് ആണ് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. അപ്പോൾ കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളാണ് ബെൽറ്റ, മുസിരിസ്, നെൽക്കിണ്ട, നൗറ. ഈ നാലും പ്രാചീന തുറമുഖങ്ങളായിരുന്നു, കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളായിരുന്നു. അതിൽ തന്നെ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖമായിരുന്നു മുസിരിസ്. അപ്പോൾ മുസിരിസ് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു പുരാതന മുസിരിസ് തുറമുഖം നിലനിന്നിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മുസിരിസ്. റോമാക്കാർ, ഗ്രീക്കുകാർ, ചൈനക്കാർ എന്നിവർ സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി ഇവിടെ എത്തിയിരുന്നു. ഇനി മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്താണെന്ന് നോക്കാം. പ്രാചീന തുറമുഖത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റ്. ഇതാണ് മുസിരിസിലെ ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ പ്രധാന സ്ഥാനത്ത് എത്തിച്ചത്. ഓപ്ഷൻസ് കൂടി നോക്കാം. പ്രാചീന തുറമുഖമായ ബെൽറ്റ ഇന്നത്തെ പൊന്നാനി ഭാഗത്തെന്നാണ് കരുതപ്പെടുന്നത്. നെൽക്കിണ്ട പുരാതന കേരളത്തിലെ ഒരു തുറമുഖ നഗരമാണ് നെൽക്കിണ്ട. നീണ്ടകര എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം നൗറ കണ്ണൂർ ഭാഗത്തായിരുന്നു പ്രാചീന തുറമുഖമാണ് നൗറ. കണ്ണൂർ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രാചീന തുറമുഖം ഏതായിരുന്നു? നൗറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത്. ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ല എങ്കിൽ പോലും 2026 ലോക ഭൗമ ദിനത്തിൻ്റെ തീം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കാം. ആൻസർ എന്താണ്? ഏപ്രിൽ 22-നാണ് ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത്. അപ്പം 2026 ലോക ഭൗമ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? നമ്മുടെ ഊർജം, നമ്മുടെ ഗ്രഹം, അവർ പവർ, അവർ പ്ലാനറ്റ് എന്നതായിരുന്നു ലോക ഭൗമ ദിനം 2026-ൻ്റെ തീം. അവർ പവർ, അവർ പ്ലാനറ്റ്, നമ്മുടെ ഊർജം, നമ്മുടെ ഗ്രഹം. ഇനി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓർമ്മിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3-ന് ഈ വിഭാഗം സ്ഥാപിതമായി. ഇവിടെ ആൻസർ ഏതാണ്? വികസിത ഭാരതാണ്. അപ്പോൾ വികസിത ഭാരത് സ്ഥാപിതമായത് 2025 ഏപ്രിൽ 3-നാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായാണ് വികസിത് ഭാരത് 2025 ഏപ്രിൽ 3-ന് സ്ഥാപിതമായത്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കാം. വികസിത് ഭാരത് 2047 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 100-ാം വാർഷികമായ 2047-ഓടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം ലക്ഷ്യം എന്തായിരുന്നു? വികസിത് ഭാരത് 2047-ൻ്റെ ലക്ഷ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 100-ാം വാർഷികമാണ് 2047. അപ്പോൾ ഈ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു വികസിത് ഭാരതിൻ്റെ ലക്ഷ്യം. നീതി ആയോഗിൻ്റെ പങ്ക്, വികസിത് ഭാരത് 2047-ൻ്റെ നീതി ആയോഗിൻ്റെ പങ്ക് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആവശ്യമായ സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, ഭരണപരമായ പരിഷ്കാരങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നത് നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ പങ്ക് എന്തായിരുന്നു? ആവശ്യമായ സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, ഭരണപരമായ പരിഷ്കാരങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നത് നീതി ആയോഗാണ്. അപ്പോൾ ലക്ഷ്യം എന്തായിരുന്നു? വികസിത് ഭാരതിൻ്റെ ലക്ഷ്യം സുസ്ഥിര വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക മുന്നേറ്റം, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയെ ഒരു മുൻനിര ശക്തിയാക്കി മാറ്റുക എന്നതാണ് വികസിത് ഭാരത് 2047-ൻ്റെ ലക്ഷ്യം.
അടുത്ത ക്വസ്റ്റ്യൻ, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി, ലോക് ഭവൻ. ലോക് ഭവൻ എന്നാണ് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത്. രാജ്ഭവൻ എന്നത് പഴയ പേരായിരുന്നു. രാജ്ഭവൻ പഴയ പേരും ഇപ്പോഴത്തെ കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് എന്താണ്? ലോക് ഭവൻ എന്നാണ്. അപ്പോൾ ഈ ലോക് ഭവൻ എന്ന പേര് നിർദ്ദേശിച്ചത് രാജേന്ദ്ര അർലേക്കർ ആണ്. കേരള ഗവർണറായ രാജേന്ദ്ര അർലേക്കർ ആണ് ലോക് ഭവൻ എന്ന പേര് നിർദ്ദേശിച്ചത്. രാജ്ഭവൻ എന്നാൽ ഭരണാധികാരിയുടെ വസതി എന്നാണ് അർത്ഥം. രാജ്ഭവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭരണാധികാരിയുടെ വസതി എന്നാണ് അർത്ഥം. ലോക് ഭവൻ എന്നാൽ ജനങ്ങളുടെ വസതി എന്നാണ് അർത്ഥമാക്കുന്നത്. ഓർത്തു വയ്ക്കണം, ലോക് ഭവൻ എന്നാൽ ജനങ്ങളുടെ വസതി എന്നാണ് അർത്ഥമാക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായ രാജ് നിവാസിനെ ഇനി ലോക് നിവാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതി എന്താണ് അറിയപ്പെടുന്നത്? ലോക് നിവാസ് എന്നാണ്. അപ്പോൾ കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ലോക് ഭവൻ എന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയെ ലോക് നിവാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലോക് നിവാസിന്റെ പഴയ പേരാണ് രാജ് നിവാസ്. അപ്പോൾ സൻസദ് ഭവൻ എന്തായിരുന്നു? സൻസദ് ഭവൻ പാർലമെന്റിന്റെ പുതിയ പേരാണ് സൻസദ് ഭവൻ. സൻസദ് ഭവൻ എന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരാണ് സൻസദ് ഭവൻ. അപ്പോൾ സംവിധാൻ സദൻ എന്തായിരുന്നു? പാർലമെന്റിന്റെ പഴയ പേരാണ് സംവിധാൻ സദൻ. സംവിധാൻ സദൻ എന്നത് പഴയ പാർലമെന്റ് പേരാണ്. സൻസദ് ഭവൻ ആണ് പുതിയ പാർലമെന്റിന്റെ പേര്. ഓർത്തു വയ്ക്കണം, സൻസദ് ഭവൻ എന്നുള്ളതാണ് പുതിയ പാർലമെന്റിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ശ്രീ കെ സോമപ്രസാദ് ആണ്. അപ്പോൾ വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കെ സോമപ്രസാദ് ആണ്. ഓർത്തു വയ്ക്കണം, അപ്പോൾ ആദ്യ ചെയർപേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതുതായി സ്ഥാപിതമായ കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്. അപ്പോൾ വയോജന കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാരുടെ സംരക്ഷണം, ക്ഷേമം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് വയോജന കമ്മീഷൻ. ഇതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഹെഡ് ഓഫീസ്. അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഓർത്തു വയ്ക്കണം, 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാരുടെ സംരക്ഷണം, ക്ഷേമം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് വയോജന കമ്മീഷൻ. അപ്പം നമുക്ക് ഓപ്ഷൻസ് കൂടി നോക്കാം. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരായിരുന്നു? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ശ്രീ കെ വി മനോജ് കുമാർ ആരാണ്? കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് കെ വി മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് കെ വി മനോജ് കുമാർ. പി സതീദേവി നമുക്ക് അറിയാവുന്നതാണ്. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് പി സതീദേവി. അടുത്ത ക്വസ്റ്റ്യൻ, 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ അഥവാ NDC, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ അഥവാ NDC. NDC എന്താണെന്ന് നോക്കാം. പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി ഓരോ രാജ്യവും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും സ്വമേധയാ ഏറ്റെടുക്കുന്ന ലക്ഷ്യങ്ങളാണ് നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്തായിരുന്നു? നെറ്റ് സീറോ എമിഷൻ. ഇത് 2070 കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നെറ്റ് സീറോ എമിഷൻ 2070 കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അടുത്തത് എന്താണ്? ഓപ്ഷൻ സി, ഗ്രീൻ ഇന്ത്യ മിഷൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനും വനവിസ്തൃതി വർദ്ധിപ്പിക്കാനും 2014 ആരംഭിച്ച നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, അതിൽ 10 ലക്ഷം ഹെക്ടറിലധികം വനഭൂമി പുനഃസ്ഥാപിക്കാനും സംരക്ഷിക്കാനും ലക്ഷ്യമിടുന്നു. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന് NAPCC കീഴിലുള്ള ഈ പദ്ധതി വനവൽക്കരണം, ജൈവ വൈവിധ്യ സംരക്ഷണം, വനത്തെ ആശ്രയിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇവിടെ NAPCC എന്താണ്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതിലാണ് ഈ പദ്ധതി വരുന്നത്. ഗ്രീൻ ഇന്ത്യ മിഷൻ വരുന്നത് NAPCCയുടെ കീഴിലാണ്.
അപ്പോൾ ഇതെന്തായിരുന്നു ഈ പദ്ധതി? വനവൽക്കരണം, ജൈവ വൈവിധ്യ സംരക്ഷണം, വനത്തെ ആശ്രയിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഹരിത കേരളം. കേരള സർക്കാരിന്റെ കീഴിലുള്ള കൃഷി, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം എന്നിവ ഏകോപിപ്പിക്കുന്ന മിഷനാണ് ഹരിത കേരളം. ഓർത്തു വെക്കണം, ഹരിത കേരളം എന്തായിരുന്നു? കേരള സർക്കാരിന്റെ കീഴിലുള്ള കൃഷി, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം എന്നിവ ഏകോപിപ്പിക്കുന്ന മിഷനാണ് ഹരിത കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി, PR ശ്രീജേഷ് ആണ്. അപ്പോൾ 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരമാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ് ഇനം ഹോക്കിയാണ്, ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിൽ അഥവാ ഗ്രേറ്റ് ബോൾ ഓഫ് ഇന്ത്യൻ ഹോക്കി എന്നറിയപ്പെടുന്നത് ആരാണ്? PR ശ്രീജേഷ് ആണ്. ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിൽ എന്നറിയപ്പെടുന്നത് PR ശ്രീജേഷ് ആണ്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിലും 2020 ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കല മെഡലുകൾ നേടിയിരുന്നു. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലും 2020 ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കല മെഡലുകൾ നേടിയിരുന്നു. മേജർ ധ്യാൻചന്ദ്, KL രത്ന 2021 അർജുന അവാർഡ് 2015 ലഭിച്ചിരുന്നു. അപ്പോൾ 2017 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നത്. 2017 പത്മശ്രീ ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം അദ്ദേഹം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ചിരുന്നു. അപ്പോൾ 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കാം. IM വിജയൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനാണ് IM വിജയൻ. അർജുന അവാർഡ് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി, സഞ്ജു സാംസൺ, ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് സഞ്ജു സാംസൺ. സാജൻ പ്രകാശ് ആരായിരുന്നു? പ്രശസ്തനായ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ നീന്തൽ താരവും സാജൻ പ്രകാശ് ആണ്. അപ്പോൾ ഇത് മൂന്നും ഓർത്തു വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയേത്? 1. ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇന്റർനാഷണൽ ബുക്ക് സമ്മാനം നേടി. 2. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി. 3. E സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. 4. R രാജശ്രീയുടെ നോവലായ ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇന്റർനാഷണൽ ബുക്ക് സമ്മാനം നേടി. വളരെ ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ്, ഈ സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയുടെ അച്ഛന് 2025 വയലാർ പുരസ്കാരം നേടിയിരുന്നു. 1, 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ KR മീരയുടെ നോവലാണ് കലാച്ചി. അത് ശരിയാണ്, KR മീരയുടെ നോവലാണ് കലാച്ചി. അപ്പോൾ 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R വൈരമുത്തുവിനാണ്. R വൈരമുത്തുവിനാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. R വൈരമുത്തു പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമാണ്. അപ്പോൾ 2025 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R വൈരമുത്തുവിനാണ്. KR മീരയുടെ നോവലാണ് കലാച്ചി. അത് ശരിയായതാണ്. KR മീരയുടെ നോവലാണ് കലാച്ചി. എന്നാൽ 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R വൈരമുത്തുവിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് R രാജശ്രീയുടേതാണ് ആത്രേയകം. ആത്രേയകം എന്ന നോവൽ R രാജശ്രീയുടേതാണ്. എന്നാൽ 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപ്പിള്ളയാണ്. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായത്. അപ്പോൾ കലാച്ചി KR മീരയുടെ നോവലാണ്. R രാജശ്രീയുടെ നോവലാണ് എന്ത്? ആത്രേയകം. ആത്രേയകം R രാജശ്രീയുടെ നോവലാണ്. ഈ 2025 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആരാണ്? R വൈരമുത്തുവിനാണ്. ഈ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കുമാണ്. ഓർത്തു വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി എന്ന പദ്ധതി. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി എന്ന പദ്ധതി. അപ്പോൾ ചങ്ങാതി ലക്ഷ്യം എന്തായിരുന്നു? അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. ഇത് ആദ്യം നടപ്പിലാക്കിയത് എവിടെയാണ്? പെരുമ്പാവൂരിലാണ് ആദ്യം നടപ്പിലാക്കിയത്.
നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷനാണിത് നടപ്പിലാക്കുന്നത്. ആദ്യം നടപ്പിലാക്കിയത് എവിടെയാണ്? പെരുമ്പാവൂരാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ. ഇതിന്റെ പ്രാധാന്യം തൊഴിലിടങ്ങളിലും സാമൂഹിക ജീവിതത്തിലും ഇത്തരസ്ഥാനം തൊഴിലാളികൾ നേരിടുന്ന ഭാഷാപരമായ തടസ്സങ്ങൾ നീക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പദ്ധതി സഹായിക്കുന്നത്. പാഠപുസ്തകം ചങ്ങാതി. ഇതിന്റെ പദ്ധതിക്കായി തയ്യാറാക്കിയ പ്രത്യേക പാഠപുസ്തകമാണ് ഹമാരി മലയാളം. ഹമാരി മലയാളമാണ് ചങ്ങാതി പദ്ധതിക്കായി തയ്യാറാക്കിയ പ്രത്യേക പാഠപുസ്തകം. അടുത്ത ക്വസ്റ്റ്യൻ, കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ബ്ലൂബേർഡ് 6 ആണ്. അപ്പോൾ ബ്ലൂബേർഡ് 6 എന്താണ്? കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ തന്നെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6 സാറ്റലൈറ്റ്. ബ്ലൂബേർഡ് 6 വിക്ഷേപിച്ച തീയതി 2025 ഡിസംബർ 24-നാണ് വിക്ഷേപിച്ചത്. ഓർത്തു വയ്ക്കണം, 25 ഡിസംബർ 24, 2025 ഡിസംബർ 24-നാണ് ബ്ലൂബേർഡ് 6 വിക്ഷേപിച്ചത്. അപ്പോൾ വിക്ഷേപിച്ചത് എവിടെ നിന്നായിരുന്നു? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പോൾ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു? LVM-3 ആയിരുന്നു. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആയിരുന്നു ലോഞ്ച് വെഹിക്കിൾ. ഇതിന്റെ ഭാരം 6100 കിലോഗ്രാം ആണ്. 6100 കിലോഗ്രാം ആണ് ബ്ലൂബേർഡ് 6ന്റെ വെയിറ്റ്. അപ്പോൾ ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ വാണിജ്യ പേലോഡാണ് ബ്ലൂബേർഡ് 6. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും പരീക്ഷകളിൽ ആവർത്തിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാങ്കേതിക വിദ്യ ഡയറക്റ്റ് ടു സ്മാർട്ട് ഫോൺ ആണ്. ഡയറക്റ്റ് ടു സ്മാർട്ട് ഫോൺ ആണ്. അതായത് ഭൂമിയിലെ ടവറുകളുടെ സഹായമില്ലാതെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടവറുകളൊക്കെ ഇല്ലാതെ, ഭൂമിയിലെ ടവറുകൾ ഇല്ലാതെ തന്നെ ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് 4G അല്ലെങ്കിൽ 5G ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് മൊബൈലുകളിൽ ഡയറക്റ്റ് ലഭ്യമാക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൂടി നോക്കാം. നിസാർ എന്തായിരുന്നു? ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. അപ്പോൾ നിസാർ എന്തായിരുന്നു? ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഇനി EOS-09 ഇത് ISROയും എർത്ത് ഒബ്സർവേഷൻ സീരീസിലുള്ള ഉപഗ്രഹമാണ്. ISROയുടെ എർത്ത് ഒബ്സർവേഷൻ സീരീസിലുള്ള ഒരു ഉപഗ്രഹമാണ് EOS-09 എന്ന് പറയുന്നത്. ഈ CMS-03 എന്തായിരുന്നു? ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയുടെ ആശയവിനിമയ ഉപഗ്രഹങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ഒരു സാറ്റലൈറ്റ് ആണ് CMS-03 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം. ആൻസർ ഓപ്ഷൻ ഡി ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ആണ്. ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ആണ് ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു. വിവാദമായ കമ്പനി ഏതായിരുന്നു? മാരിയോൺ ബയോടെക് ആയിരുന്നു. നോയിഡയിലെ മാരിയോൺ ബയോടെക് എന്ന കമ്പനിയാണ് വിവാദമായത്. ഇത് ബാധിച്ച രാജ്യം ഉസ്ബെക്കിസ്ഥാനാണ്. മരുന്ന് ഡോക്മോൺ മാക്സ് എന്ന മരുന്നിലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിന്റെ പേര്. ആൻസർ ഓപ്ഷൻ ഡി സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം, തവനൂർ, മലപ്പുറം. അപ്പോൾ മലപ്പുറത്തെ തവനൂരിലാണ് കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ആദ്യത്തേതും കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലുമാണ് തവനൂർ സെൻട്രൽ ജയിൽ. ഓർത്തു വയ്ക്കണം, സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ആദ്യത്തേതും കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലുമാണ് തവനൂർ സെൻട്രൽ ജയിൽ. ഇത്രയുമാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ്. ഇതിന് നോട്ട്സ് PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ PSC എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സും റിലേറ്റഡ് ഫാക്ട്സും പ്രത്യേക പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.